ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വെറൈറ്റി വീഡിയോ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ. പിന്നെ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ഫാമിലിയിൽ എല്ലാവർക്കും ഒരു പരാതി ഉണ്ട്. എന്താ ചേച്ചി, എന്ന് നിങ്ങളുടെ വീട്ടിൽ സാമ്പാറാണല്ലോ, ആഴ്ചയിൽ 5 ദിവസവും 6 ദിവസവും സാമ്പാറാണ്, നിങ്ങൾക്ക് എന്താ ഒട്ടും മടുപ്പില്ലേ, ഇതെല്ലാം ഒന്ന് മാറ്റി വെച്ചൂടെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളെല്ലാം കൂടി ഇന്നൊരു മാറ്റം വരുത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ രാവിലെ അലക്കലും എല്ലാം കഴിഞ്ഞ് താഴത്തെ വീട്ടത്തെ ചേച്ചി അലക്കുന്നുണ്ടായിരുന്നു ആ ടൈമിൽ. അപ്പോൾ അവരോട് സംസാരിച്ചുകൊണ്ടൊക്കെയാണ് നമ്മൾ അലക്കിയത് കേട്ടോ. അങ്ങനെ അലക്കലും തോരയിടലൊക്കെ കഴിഞ്ഞ് നേരെ വന്ന് പിന്നെ കുട്ടിക്ക് കുറുക്കുണ്ടാക്കി അരച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് അവളെ കുളിപ്പിച്ച് വെള്ളമൊക്കെ ചൂടാക്കി കുളിപ്പിച്ച് കഴിക്കാൻ കൊടുത്ത് അവളെ ഉറക്കിയതിന് ശേഷം കേട്ടോ വീണ്ടും പിന്നെ നമ്മുടെ കിച്ചണിലെ കലാപരിപാടികളൊക്കെ തുടങ്ങിയത്. അപ്പം ഇന്നത്തെ കറി എന്ന് പറയുന്നത് തലേ ദിവസം ചെറിയമ്മായി കുറച്ച് വെള്ളക്കടല കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇന്ന് വെള്ളക്കടലയാണ് അപ്പം ഇന്ന് കറി വയ്ക്കുന്നത്. പിന്നെ അമ്മായിയുടെ വക ഇതാ ഇന്ന് അടുത്ത വീട്ടിൽ നിന്ന് എവിടെ നിന്ന് കൊടുത്തത് തോന്നുന്നു ചക്ക കേട്ടോ. ഒന്ന് ചക്കപ്പേരിയാണ്. അപ്പം അങ്ങനെ ഇതാ നമ്മുടെ കടലക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയമ്മായിക്ക് കടല ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇതാ വലിയമ്മായി ഒക്കെ റെസ്റ്റ് എടുക്കുക. ചോറൊക്കെ ആയിരിക്കണം കേട്ടോ. വലിയമ്മായി ഇന്നിപ്പോൾ വലിയ കാര്യമായിട്ടുള്ള വർക്കൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചോറ് വെച്ച് വാർത്ത് വെച്ചിരിക്കണം. പിന്നെ ചക്ക ഉപ്പേരിയായിരുന്നു. പിന്നെ അതെല്ലാം നുറുക്കി കുറച്ചാ വെച്ചിട്ടുള്ളൂ കേട്ടോ ഉപ്പേരിക്ക് വെച്ചതുകൊണ്ട്. പിന്നെ കറിയൊക്കെ പിന്നെ ഞാനല്ലേ വെച്ചത്. അപ്പോൾ അതാ കറിയൊക്കെ ആയി ചീനച്ചട്ടി മോറാൻ വന്നപ്പോൾ ഒരു തുള്ളി വെള്ളമില്ല കേട്ടോ. പിന്നെ വേഗം പൈപ്പിൽ വെള്ളം ഉണ്ടായിരുന്നു. വേഗം പൈപ്പൊക്കെ പിടിച്ച്, അതും കുറച്ചേ ഉള്ളൂ കേട്ടോ വെള്ളം, നല്ല സ്പീഡിലൊന്നും വരുന്നില്ല. അപ്പോൾ അതൊക്കെ പിടിച്ചിട്ട് പിന്നെ കുറച്ച് നിറച്ചതിന് ശേഷം പാത്രങ്ങളൊക്കെ കഴുകി വെച്ചത് കേട്ടോ. പിന്നെ അമ്മായിക്ക് പനിയാണ് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ. പിന്നെ എൻ്റെ പനി എങ്ങനെയുണ്ടെന്ന് നമ്മുടെ ഫൗസിത്താത്ത ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് കുറവുണ്ട്, നല്ല ഭേദമുണ്ട് കേട്ടോ, ഉഷാറായി കുറഞ്ഞു കേട്ടോ. അപ്പോഴത്തേന് അമ്മായിക്ക് വന്നു. അപ്പോൾ അങ്ങനെ അമ്മായിക്ക് കുറവ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് ക്ഷീണമൊന്നും വിട്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇതാ വെള്ളമൊക്കെ പിടിച്ച് ഇങ്ങനെ പാത്രമൊക്കെ കഴുകിയിട്ട് വേണം ഇനി അടുത്തത് നോക്കണം എന്ന് വിചാരിച്ചിട്ട് നിൽക്കുമ്പോഴാണ് രാജേട്ടൻ വന്നിട്ട് ഉച്ചയ്ക്ക്. അപ്പം ഇന്ന് ഉച്ചയ്ക്കുള്ളതൊക്കെ ആയിരിക്കണു. സമയത്ത് ഏട്ടൻ ചിക്കൻ മേടിച്ചിട്ട് വന്നിരിക്കുന്നു കേട്ടോ. അപ്പം ഇന്ന് നമ്മുടെ വൈകിട്ടത്തെ സ്പെഷ്യൽ എന്ന് പറയണത് ചിക്കനാണ്. അപ്പോൾ ഏട്ടൻ പറഞ്ഞു നമുക്കിന്ന് ചിക്കനും പൊറാട്ടയോ ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലും മേടിച്ചിട്ട് സ്പെഷ്യലാക്കിയാലോ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. കുറേ ദിവസമായി പൊറാട്ട ചെറിയമ്മായിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എന്നാൽ കുറച്ച് മേടിക്കുക, നമുക്ക് മിക്സ് ചെയ്ത് കഴിക്കുകയൊക്കെ ചെയ്യുക, ചപ്പാത്തിയും മേടിക്കുക എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്ക് നല്ല ചപ്പാത്തിയും പൊറോട്ടയൊക്കെ കിട്ടുന്ന തച്ചമ്പാറ പുതിയൊരു ഷോപ്പ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്നാണ് ഏട്ടൻ സ്ഥിരമായിട്ട് എന്തെങ്കിലുമൊക്കെ മേടിക്കുകയാണെങ്കിൽ ചെയ്യാറ്. അപ്പോൾ അങ്ങനെ ഇതാ ഏട്ടന് ചിക്കൻ മേടിച്ചിട്ട് അങ്ങനെ ഫ്രീസറിൽ വെച്ചു. എന്തായാലും ഇനിയിപ്പോൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് വേണ്ട ബാക്കിയുള്ള പരിപാടിയൊക്കെ തുടങ്ങണമെങ്കിൽ. അപ്പോൾ ഏട്ടൻ തന്നെ എൻ്റെ കൈയൊഴിവില്ല എന്ന് പറഞ്ഞപ്പോൾ ഏട്ടൻ തന്നെ അത് ഫ്രീസറിലൊക്കെ ആക്കി പാത്രത്തിലാക്കി ഫ്രീസറിൽ വെച്ചു കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഏട്ടൻ കുറച്ച് വെള്ളമൊക്കെ എടുത്ത് കുടിച്ചു. പിന്നെ എപ്പോഴും ഫ്രിഡ്ജിൽ വെക്കാറുള്ളതാണ് ഏട്ടനുള്ള കുടിവെള്ളമൊക്കെ കേട്ടോ. പക്ഷെ ഞാനത് വെക്കാൻ മറന്നു. ചിലപ്പോൾ കൈ ഒഴിഞ്ഞ സമയമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പാത്രം കഴുകലും അത് മോറലും അങ്ങനെ ആയിട്ടും ഓരോരോ പാത്രങ്ങൾ, ഇത്രയും ആൾക്കാരുള്ളതല്ലേ, പാത്രം കഴുകലാണ് നമ്മുടെ ഏറ്റവും വലിയ നമ്മുടെ വീട്ടിലെ വർക്ക് കേട്ടോ. അപ്പോൾ ഏട്ടൻ കുറച്ച് വെള്ളമൊക്കെ എടുത്ത് കുടിച്ചാലും ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കുടിക്കാൻ കുപ്പിയിലാക്കിയിട്ട് അങ്ങനെ വെച്ച തണുത്ത വെള്ളം ഈ മഴക്കാലത്താണ് വേനൽക്കാലത്താണെങ്കിൽ ഏട്ടൻ അങ്ങനെ കുടിക്കാറ്. അപ്പോൾ ഏട്ടൻ തന്നെ കുറച്ച് കപ്പിൽ ഇത്തിരി വെള്ളമൊക്കെ എടുത്ത് അപ്പോഴത്തേനും അമ്മ വലിയ ഏട്ടനുള്ള ഭക്ഷണമൊക്കെ കൊടുത്തായിരുന്നു കേട്ടോ. പിന്നെ അമ്മ എത്ര വൈകിയെങ്കിൽ നീച്ച് വന്ന് ഏട്ടനുള്ള ചോറൊക്കെ വിളമ്പി കൊടുക്കും. പിന്നെ അങ്ങനെ രാജേട്ടന് ഭക്ഷണമൊക്കെ കൊടുത്ത് ഞാനും കഴിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നല്ല മഴ കേട്ടോ, നല്ല ഇടിയും മഴയും. അപ്പം ഇന്ന് ഞങ്ങളുടെ തൊട്ടപ്പുറത്തുനിന്ന് കുറച്ച് ഇങ്ങനെ മടലും തെങ്ങിൻ്റെ മടലും പട്ടയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം മഴക്കാലത്തിനുള്ള സ്വരുക്കൂട്ടലാണ്. അപ്പം നല്ല മഴ വരും. അപ്പോൾ ഇവരെയും കൊണ്ട് രണ്ടുപേരെയും കൊണ്ട് സാധിക്കില്ല. അപ്പോൾ ധോനി ബേബി നല്ല ഉറക്കമാണ് കേട്ടോ. അപ്പം എന്നാൽ അവരെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗം പോയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്നു. പെട്ടെന്ന് തോനുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ വീഡിയോ എടുക്കാൻ വൈകിയതാണ്. പെട്ടെന്ന് മഴ ചാറാൻ തുടങ്ങിയായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ ഇങ്ങനെ ഓല ഇങ്ങനെ വരി വെട്ടിയിട്ടൊന്നും വെച്ചില്ല, കെട്ടാക്കാനൊന്നും. നടുവെട്ടി അങ്ങനെ ഞങ്ങളൊരു അങ്ങനെ വണ്ടിയൊക്കെ നിർത്താനൊരു ഷെഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഷെഡിനകത്തേക്ക് കയറ്റി വെച്ചു കേട്ടോ. പിന്നെ വെട്ടി ഒതുക്കി വെക്കാം വിചാരിച്ചിട്ട്. കാരണം അത് നനഞ്ഞാൽ പിന്നെ ഉണങ്ങാനും ബുദ്ധിമുട്ട്, പിന്നെ മണ്ണും തെറിക്കും. വെക്കാനും സ്ഥലമൊന്നുമില്ല, എന്നാലും
ഉള്ള സൗകര്യത്തിൽ ഞങ്ങളങ്ങനെ അടുക്കി മേലേക്ക് ഇട്ടു കേട്ടോ. പിന്നെ ബാക്കിയുള്ള കുറച്ച് ഉണക്കത്തണ്ടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മായി അങ്ങനെ പട്ട വെട്ടിയിട്ട് അങ്ങനെ ഇട്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞാനതെല്ലാം ഒതുക്കി, ചെറിയമ്മായി അപ്പുറത്ത് അടുക്കി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിന് ശേഷമാണ് ഞാൻ കുറച്ച് ഉണക്കത്തണ്ടൊക്കെ ഉണ്ടായിരുന്നു. ആ ഉണക്കത്തണ്ടൊക്കെ പിന്നെ വെട്ടി ഒതുക്കി വെച്ച് അതൊക്കെ അടുപ്പിൻ്റെ ചോട്ട് കൊണ്ടുപോയിട്ട് കേട്ടോ. കാരണം നല്ല ഇത് തട്ടുന്ന, അതായത് തീ നല്ല പെട്ടെന്ന് പിടിച്ച് കിട്ടണ വറക, നല്ല ഉണക്കലായിരിക്കും കേട്ടോ. അപ്പോൾ അത് വേഗം വെട്ടിയിട്ട് അടുപ്പിൻ്റെ കണ്ണയിൽ കൊണ്ടുപോയിട്ട് വെച്ചു, വീതനയുടെ അടിയിൽ. അപ്പോൾ പിന്നെ അമ്മായിക്കും വയ്യ, അമ്മായിക്ക് തലതാത്താന്ന് വയ്യ, എന്നാലും ചെറിയ അമ്മായിനെ പോയി സഹായിക്കുമായിരുന്നു. അപ്പോൾ രണ്ടാളെയും കൊണ്ട് ഒക്കില്ല. അപ്പം രാവിലെ രാജീവേട്ടനും ചെറിയ അമ്മായിയും കൂടി ഇട്ടോ അത് കൊണ്ടുവന്ന് 2, 3, 4, 5 കെട്ടുണ്ടാവും കേട്ടോ കൊണ്ടുവന്ന് കടത്തിയിട്ടത്. പിന്നെ വേട്ടനങ്ങനെ പിന്നെ ഭക്ഷണം കഴിച്ച് അങ്ങനെ കിടക്കുകയും ചെയ്തു. പിന്നെ രാജേട്ടന് ഓട്ടം ഉണ്ടായിരുന്നു. പിന്നെ വന്നത് തന്നെ ഉച്ചയ്ക്കാണ്. അപ്പോൾ മഴ ഇങ്ങനെ ചാറുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോയിൽ അത് കാണുന്നില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ചെറുതായിട്ട് മഴ ചാറുന്നുണ്ടായിരുന്നു. പിന്നെ വേഗം പിന്നെ ചെറിയൊരു എന്താ പറയുക, നമ്മൾ കാക്കച്ചുള്ളൽ എന്നൊക്കെ പറയലോ, അങ്ങനത്തെ ചുള്ളൽ പോലും, അങ്ങനത്തെ ഒരു ഓല പോലും ചെറിയമായി ആയാലും വലിയമായി ആണെങ്കിലും കളയില്ല കേട്ടോ. അപ്പോൾ നമ്മളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ വീട്ടിലൊക്കെ ഇപ്പോൾ നമ്മൾ പട്ടിയും വറവൊക്കെ ഉണ്ടാക്കുക എന്നുണ്ടെങ്കിൽ കുഞ്ഞു നുരുമ്പോലൊക്കെ ഉണ്ടായില്ല, അതൊക്കെയാണ് കളയുമല്ലോ. നമ്മൾ നല്ല വൃത്തിയുള്ള ചന്തത്തിലുള്ളതല്ലേ നമ്മൾ ഒതുക്കി വെക്കുക. അപ്പോൾ ഇവിടെ അങ്ങനെ അമ്മായിമാരങ്ങനെയൊന്നും ചെയ്യില്ല കേട്ടോ. കുഞ്ഞൊരു നുരുമ്പോലെയാണെന്നുണ്ടെങ്കിലും അതെല്ലാം കെട്ടിപ്പറക്കി. ഇപ്പം ഞാൻ അടിച്ചു വരുന്ന ആ വേസ്റ്റ് പട്ടയൊക്കെ കണ്ടില്ല, തലപ്പത്തത്തെ അല്ല ഈ മുരട്ടത്തേക്ക് കുഞ്ഞു ഇല എന്നറിയാം, നമ്മുടെ പട്ട, ആ പട്ടയൊക്കെ വെട്ടി ഒതുക്കി വെച്ചു കേട്ടോ. ഒരു നുരുമ്പ് പോലും കളയാതെ ചെറിയമായി അതെല്ലാം കെട്ടി ഒതുക്കി വെച്ചു കേട്ടോ. കാരണം അതൊന്നും കളയില്ല എന്ന് പറയുക. പിന്നെ അതേപോലെ തന്നെ ഞങ്ങളിങ്ങനെ ചെറുതാകുമ്പോഴേക്ക് വിറകൊന്നും കത്തിക്കാനുണ്ടാവില്ല. അപ്പോൾ എൻ്റെ വീട്ടിലാകുമ്പോൾ കേട്ടോ, അപ്പോൾ അന്നൊക്കെ പാടായിരുന്നു. പാടത്തിൽ കൂടെ ഇപ്പോൾ എന്താ നമുക്ക് കത്തിക്കാനൊക്കെ ഉണ്ട്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോ കഴുങ്ങൊക്കെ നിന്നാൽ, ഈ കഴുങ്ങും പട്ട അടുപ്പിലിട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടാവും, എത്ര നേരം ഉണ്ടാവും കത്താൻ. അപ്പോൾ ഞങ്ങളൊക്കെ അടുത്തുള്ള ഫോറസ്റ്റിലേക്ക് കേട്ടോ പോവുക. ഫോറസ്റ്റിലേക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ഉണക്കലൊക്കെ അങ്ങനെ പെറുക്കാനൊന്നും പറ്റില്ല, എന്താണ് കണ്ട ചീത്ത പറയുകയൊക്കെ ചെയ്യും. അപ്പോൾ ഞങ്ങൾ അതിന് താഴെല്ല ഒരു തോട്ടമുണ്ട്, ആ തോട്ടത്തിൽ നിന്ന് വറകൊക്കെ പെറുക്കിയിട്ട് എത്രങ്ങാനും ഇറങ്ങി വരണം മലയിൽ നിന്നറിയോ. അപ്പോൾ അത്രയും ദൂരം നിന്നൊക്കെ വിറക് ഏറ്റി കൊണ്ടുവന്നിട്ടൊക്കെ നമ്മൾ ഉണ്ടായ ഒരു സമയം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴൊക്കെ നമുക്ക് അത് ആലോചിക്കുമ്പോൾ ഭയങ്കര വിഷമം തോന്നും. വിഷമമല്ല, എന്താണെന്ന് വെച്ചാൽ നമുക്ക് അത് സാധിക്കുമോ എന്നുള്ളൊരു ടെൻഷനാണ്. കാരണം അന്ന് നമുക്ക് ചെറുപ്പമായിരുന്നു, ഒന്നും കൂടി ചെറുപ്പമായിരുന്നു. നമ്മൾ തുള്ളിക്കളിച്ച് പോവും, ആരാ വറകിന് പോകണമെന്ന് വെച്ചെങ്കിലൊക്കെ. ഞങ്ങൾ പഠിക്കണ സമയത്തൊക്കെ കേട്ടോ, ഞാനും ചെറിയ അനിയത്തിയും വലിയ അനിയത്തിയും എല്ലാവരും ഞങ്ങളൊക്കെ നുറുങ്ങുകളാണെന്നുണ്ടെങ്കിലും ഞങ്ങൾ പോവുമായിരുന്നു. അപ്പം അങ്ങനെ അതാ പട്ടയൊക്കെ വെട്ടിച്ച് കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ റെസ്റ്റ് എടുക്കാനൊന്നും സമയമില്ല കേട്ടോ. പിന്നെ വേഗം ചിക്കൻ വെക്കാനുള്ള തയ്യാറെടുപ്പ് പറഞ്ഞാലും പോരാ, നല്ല ഇടിമഴയും എന്ന് പറഞ്ഞില്ലേ. പക്ഷെ മഴ അങ്ങനെ പെയ്യുന്നുണ്ടാകുന്നില്ല, ചെറിയ ചാറ്റിലായിരുന്നു. പിന്നെ ഉള്ളിയും പിന്നെ പച്ചമുളകൊക്കെ ഞാൻ തന്നെ, സവോളയൊക്കെ ഞാൻ തന്നെ അരിഞ്ഞ് വേഗം അടുപ്പത്ത് വെച്ചിട്ടോ. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയൊക്കെ ചെറിയമ്മായിയാണ് അരിഞ്ഞ് തന്നത്. നോക്കുമ്പോൾ കറണ്ട് പോവുക ഇരുട്ടു കേട്ടോ. മൊത്തം മൂടൽ കാരണം, ഇതിപ്പോൾ ക്യാമറയുടെ ഒരു വെട്ടം കാരണം കേട്ടോ. പിന്നെ ഇപ്പോൾ കറണ്ട് വന്ന ടൈമാണ് നിങ്ങളിപ്പോൾ കാണുന്ന വീഡിയോ കേട്ടോ. അപ്പോൾ ഈ കറണ്ട് വരും പോവും ചെയ്യുക. കാരണം അടുപ്പത്തേക്കൊന്നും കണ്ണേ കാണുന്നില്ല കേട്ടോ. കുറേ മൊബൈൽ ടോർച്ച് അടിച്ച് നോക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. കാരണം നല്ല ഇരുട്ട് മൂടി വന്നതുകൊണ്ട് അകത്തേക്ക് പൊതുവേ നമ്മൾ എന്തെങ്കിലും വാതിലൊക്കെ അടച്ചാൽ ഈ കരിയൊക്കെ മൂടിയതുകൊണ്ട് ഒരു വെട്ടക്കുറവുണ്ട്. അത് നമ്മുടെ ചില വീഡിയോകളൊക്കെ ക്ലിയർ ഇല്ലാത്തത് അതുകൊണ്ടാണ് കേട്ടോ, നമ്മുടെ വീഡിയോ ക്ലിയർ ഇല്ലാത്തത്. അപ്പോൾ വരും ഇരുട്ടും വെക്കലും പാകം ചെയ്യലൊക്കെ ആയതുകൊണ്ട് എന്തൊക്കെ ഇട്ടു എന്തൊക്കെ ഇടാത്ത ആപ്പാടെ ഒരു ടെൻഷനായിട്ടോ. പിന്നെ അപ്പോഴത്തേന് ധോനി ബേബി ഇടയ്ക്കൊന്ന് എണീറ്റു. പിന്നെ അവളെ ഒന്ന് ഫീഡ് ചെയ്യാൻ പോയി, ആകെ തിരക്കായി. വൈകിട്ടൊക്കെ ആവണേ ഉള്ളൂ, എന്നാലും ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേന് ഇതിനിടയിൽ കോറ അരയ്ക്കണം. കോറ വെള്ളത്തിലിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതൊന്ന് പാകം നോക്കാൻ പോലും ഇപ്പോൾ വലിയമ്മായി ആണെങ്കിലും ചെറിയമ്മായി ആണെങ്കിലും അവർക്ക് ഇത് വലിയ ഐഡിയ ഇല്ല. പിന്നെ നമ്മുടെ നാടൻ കോഴി അല്ലല്ലോ, കാരണം അത് മറ്റേ ചിക്കൻ ആയതുകൊണ്ട് അപ്പോൾ പെട്ടെന്ന് വേവും ചെയ്യും. മറ്റേതാകുമ്പോൾ നമുക്ക് നമ്മുടെ നാടൻ ചിക്കനൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ടൈം എടുക്കും. അപ്പോൾ ഇവർക്ക് ഇതിൻ്റെ പാകം നോക്കാനോ ഇതിലെന്താ ഇടുക എങ്ങനെയാണെന്നൊന്നും ഇവർക്ക് ഒരു ഇതില്ല. അപ്പോൾ ഉള്ളിയും തക്കാളി അങ്ങനെയുള്ളതൊക്കെ എല്ലാം നുറുക്കിത്തരുമൊക്കെ ചെയ്യും കേട്ടോ. പിന്നെ വലിയമ്മായിക്ക് വയ്യല്ലോ,
അപ്പം അങ്ങനെ ഇതാ ചിക്കൻ റെഡിയാക്കുകയാണ് കേട്ടോ ഞാൻ. പൊടികളൊക്കെ എല്ലാം പിന്നെ മല്ലിപ്പൊടിയൊക്കെ വീട്ടിൽ തന്നെ പിന്നെ ഉണക്കി പൊടിച്ചുണ്ടാക്കണതാട്ടോ. അതൊക്കെ കഴിയുമ്പോൾ ഏട്ടനോടൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏട്ടൻ കൊണ്ടുവരും കേട്ടോ. പിന്നെ അതിങ്ങനെ കഴുകി ഉണക്കിയിട്ട് അങ്ങനെ ഒന്നിച്ച് പൊടിച്ച് വെക്കാറാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാറ് കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോ ഒക്കെ ഒരുപാട് കൂട്ടുകാർ കാണുന്നുണ്ട്, നമ്മളെ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കണൊന്ന് എനേബിൾ ചെയ്യാനും ആ ഓളെന്ന ഓപ്ഷനൊന്നും അമർത്താൻ മറക്കരുത് കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തു കേട്ടോ. അതിൽ വളരെയധികം സന്തോഷം. നമ്മൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത നമ്മുടെ യൂട്യൂബ് ഫാമിലിയോട് ഒരുപാട് സ്നേഹം അറിയിക്കുന്നു കേട്ടോ. പിന്നെ നിങ്ങളുടെ കമൻറ്റുകൾ നമുക്ക് ഏത് വിഷമമാണെങ്കിലും ഏത് പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണെന്നുണ്ടെങ്കിലും നമുക്കൊരു ആശ്വാസം എന്ന് പറയുന്നത് നിങ്ങളാണ്. ആ നിങ്ങളിൽ നിന്ന് ഓരോ വാക്ക് കേൾക്കുമ്പോൾ വളരെയധികം സന്തോഷവും സമാധാനമൊക്കെയാണ് കേട്ടോ. അപ്പോൾ അത് എങ്ങനെ നിങ്ങളോട് പറഞ്ഞറിയിക്കാനല്ലേ ഇപ്പം നമുക്ക് പറ്റുള്ളൂ. പിന്നെ സന്തോഷം എന്ന് പറഞ്ഞാൽ പോരെ, പിന്നെ അമ്മായിമാരും തന്നെ, അമ്മായിമാരോട് ഞാൻ ഓരോ മെസ്സേജും വായിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയൊക്കെ ആയി. അങ്ങനെ ഏട്ടൻ പൊറാട്ടയും ചപ്പാത്തിയും എല്ലാം കൊണ്ടുവന്നു കേട്ടോ. പിന്നെ ഇത് ആയ സമയത്തും കഴിക്കണ സമയത്തും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. മൊബൈലിലെ ചാർജൊക്കെ പറ്റ കഴിഞ്ഞിരുന്നു, കറണ്ടും ഉണ്ടായിരുന്നില്ല. ആകെ വിഷമത്തിലായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ.